ജോക്കിക്ക് റോള് വേണോ ടിവിയുടെ? ജോക്കിക്ക് റോള് വേണോ? റോള് എന്നാത്തിനാടാ പോയി? അല്ല, ജോക്കി ചോദിച്ചെന്ന് പറഞ്ഞത് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഞായറാഴ്ച അപ്ഡേറ്റ് ചെയ്യണം, ഇന്ന് ഈ ആഴ്ച അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്യണം. അല്ല വേണോ ജോക്കിക്ക്? ഇടണമെങ്കിൽ ഞാൻ ഇട്ടേക്കാം. ഇട്. ഓക്കെ. ഉസ്മാനെ ചാർജ് ചെയ്യാൻ ഞാൻ ജിപേ ചെയ്തിട്ടുണ്ടെന്ന്. ഓക്കെടാ, താങ്ക് യുടാ. കൂടുതൽ പുലിയുണ്ടോ? കൂടുതൽ പറയുണ്ട്. ഹരിൻ ബ്ലെൻഡർ ഫസ്റ്റ് വീഡിയോ കാണാൻ പോണേ ഗൈസ്. എല്ലാവർക്കും വെൽക്കം സ്ട്രീം. കുറച്ച് കഴിഞ്ഞ് നമുക്ക് ആർപി കയറാം. എല്ലാവർക്കും വെൽക്കം സ്ട്രീം ഗൈസ്. ഹർലിൻ ബ്ലെൻഡർ തരുന്നത് വായിക്കും. അവന്റെ പേരാണ് അത്, യൂസർ നെയിം. നോക്കിയത് പേരല്ലേ അവന്റെ ഇട്ടവന്റെ പേര്. അവൻ ഇട്ടവന്റെ പേരില്ലേ? യൂസ് ഹെഡ്ഫോൺ ഫോർ ബെറ്റർ എക്സ്പീരിയൻസ്. ബ്രോങ്കറേ എടുക്കുവാണ്. റിയൽ ലൈഫിൽ ഇങ്ങനെ ഒരു സാധനം ഇറക്കണം, ഇങ്ങനെ ഒരു സാധനം മേടിക്കണം. എന്ത് ഐറ്റം അല്ലേ, എന്ത് ലിവറി അല്ലേ ഇത്. പക്ഷെ ഈ ലിവറി ആക്ച്വലി ചെയ്ത് ആരാന്നറിയോ ഗൈസ്? ഈ ലിവറി ചെയ്തത് വാൻ ഹെൽസി എന്ന് പറഞ്ഞിട്ടൊരു ബൈക്കൊക്കെ ചെയ്യണ ഒരു ആളുണ്ട്. പുള്ളിയാണ് ഈ ലിവറി ചെയ്തത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്ന് അറിയത്തില്ല. ഇതെന്റെ പഴയ ഡ്യൂക്കിന്റെ ഡിസൈനാണ്, മനസ്സിലായ? പഴയ ഡ്യൂക്കില്ലേ എൻ്റെ, അതിന് ഷെഹബാബോ എന്താ ഓടാകൊണ്ടേ, ആ പുള്ളിയാണ് ഇത് ചെയ്തത്. ഡ്യൂക്കിന്റെ ഡിസൈൻ എൻ്റെ ആദ്യത്തെ അതാണ്. ജി ടി എക്ക് അത് ഇൻസ്പയർഡ് ആയിട്ട് ഈ വണ്ടി ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നിന്നെ എന്തൊരു അഭിപ്രായം പറയാനാ? അതുപോലെ ഞാൻ വേറെ കാര്യം പറയാൻ വേണം. ഇന്നലെ നമ്മുടെ ജോക്കർ ബ്രോയുടെ ഇത് പറഞ്ഞ് നമ്മൾ റിവീൽ ആക്കിയിട്ട്, ജോക്കർ ബ്രോയ്ക്ക് ഇന്നലെ ഏകദേശം ഒരു 1.5 കോടി രൂപയുടെ റിക്വസ്റ്റ് ആണ് പല ചാറ്റിലെ പല ആൾക്കാരായിട്ട് തന്നത്. ജോക്കർ ബ്രോ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് പുള്ളി ഓടി. ഇത് എവിടെയാണ് ഈ സൗണ്ട്? ഇടാ ഒന്ന് മ്യൂട്ട് ചെയ്യടാ. ഹലോ, ബൈ. ജോക്കർ ബ്രോ എന്നിട്ട് പറഞ്ഞ പുള്ളി ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയ എല്ലാ പ്ലാറ്റ്ഫോമിൽ നിന്നും ഇതുമായി. ആൻഡ് ഞാൻ ഒരു സത്യാവസ്ഥ അറിഞ്ഞതെന്ന് പറഞ്ഞാല്, ജോക്കർ ഒരു കൊച്ചി ഇറക്കനാണ്. കൊച്ചി ഇറക്കൻ ഉദ്ദേശിച്ചത് 21-22 വയസ്സെന്തേ ഉള്ളു പുള്ളിക്ക്. 21-22 വയസ്സെന്തേ ഉള്ളു പുള്ളിക്ക്. ഞാൻ ഇന്നാണ് അതറിയണം. ഞാൻ ഓർത്ത് കുറച്ച് ഏജ്ഡ് ആയിട്ടൊക്കെ ഉള്ള ആളായിരിക്കും എന്ന് വിചാരിച്ച്. ഓടാ ഉണ്ടാവാനെ ചുമ്മാ ഇങ്ങോട്ട് കുണയ്ക്കാൻ വരല്ലേ ഉസ്മാൻ? ഉസ്മാൻ വരുമോ ഇന്ന്? ഉസ്മാൻ ജംഗ്ഷനിലായി, ഉടലെത്താറായിട്ടുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അവന് താഴെ മമ്മി വിളിച്ചിട്ട് ഇപ്പൊ ചായ കൊടുക്കും. ഉസ്മാന് ചായ കുടിച്ചതിന് ശേഷം മേലോട്ട് കയറി വരും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കസാരന്ന് ഞാൻ ഇറങ്ങി കൊടുത്തിട്ട് ഉസ്മാനതാ ഇവിടെ ഇരുത്താം. ഇതെല്ലാം ഇതിലെ ക്യാരക്ടേഴ്സ് എല്ലാം ഒറിജിനൽ ആൾക്കാരെ ഇൻസ്പയർ ആക്കിയതാണോ? നോക്ക്, മാർക്കസ് ആരൊക്കെ അതേപോലെ നോക്കണേ. നോർത്ത് വേണ്ട. അമ്പോ, അതെനിക്ക് തോന്നുന്നു കുറെ എണ്ണത്തിൽ ഫിക്ഷണലാണ്, കുറെ ക്യാരക്ടേഴ്സ് ഫിക്ഷണലാ. അതായത് അങ്ങനത്തെ രീതിയിലാണ് ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഗെയിമിൽ എല്ലാവരെയും അങ്ങനെയാണെന്ന് തോന്നുന്നു എടുത്തേക്കുന്നത് കേട്ടോ. ഈ ഗെയിമിലെ ക്യാരക്ടേഴ്സ് എല്ലാവരും അങ്ങനെ എടുത്തേക്കുന്നതെന്നാണ് തോന്നുന്നത്. നൈസ്, കൊള്ളാം അല്ലേ? അടിപൊളി. പ്ലെയർ ഇതൊന്നും ഞാൻ അങ്ങനെ ആരടുത്തും പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളല്ല. അവരവരുടെ ഇഷ്ടം കൊണ്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യണ കാര്യങ്ങളാണ്, മനസ്സിലായ? ഇതൊന്നും ഞാൻ പറഞ്ഞ് ഇതൊന്നും യാതൊരു ബന്ധവും ഇല്ല എനിക്ക്, മനസ്സിലായ?
എടാ നമ്മുടെ വാച്ചിങ് ബഗ് ഇതെല്ലാം പോയെന്ന് തോന്നട്ടാ. മറ്റേ ഇവന്റ് കഴിഞ്ഞ് കേട്ടാ, നമ്മുടെ ഇവന്റ് കഴിഞ്ഞ് നമ്മുടെ RPയുടെ ആൾക്കാർ മാത്രം ആയി ഇപ്പൊ ഇവിടെ, മനസ്സിലായോ? നമ്മുടെ ഇവന്റ് കഴിഞ്ഞ് ഇന്നലെ ഉള്ളായിരുന്നു തോന്നേട്ടാ. നമ്മുടെ ഇവന്റ് ഒക്കെ തീർന്ന് ബാക്കി നമ്മുടെ ആൾക്കാരെല്ലാം തിരിച്ചെത്തിയിട്ടുണ്ട്. ഗൈസ് എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. പേയ്മെന്റ് GPay ആയിരുന്നല്ലേ? RP കയറാ, പിന്നെ നീ പറയുമ്പോ കയറാം. ഞാൻ ഈ വര വീഡിയോ കുറച്ച് സ്കിപ്പ് ചെയ്യാണ്. അത് മാത്രമേ ഉള്ളൂ ലിറ്ററലി ഇപ്പം ഇതിനകത്ത്. അണ്ണ എൻ്റെ വീഡിയോ കാണലുണ്ടാ? അണ്ണ ഇവന്റെ വീഡിയോ കാണലുണ്ടാ? സീൻസ് ആണ് 1 man ഷോ ആൻഡ് എഡിറ്റ് ഓഫ്. ഇതാരാ? ആ പോവാമേ മൊണ്ണ എത്തിക്കാന്ന് പറഞ്ഞാൽ ഫണ്ട് വന്നില്ലെങ്കിൽ മിക്കവാറും NBTV ചാനലിൽ പൂട്ടിയിട്ട് വല്ല മലക്കറി കച്ചവടവും തുടങ്ങേണ്ടി വരും. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ ആ തവള മൂഞ്ചയെ വിശ്വസിക്കല്ലെന്ന്. ഇപ്പൊ നമ്മള് മൂഞ്ച എത്ര തന്നെ. എത്ര റോളാണ് ഒറ്റയ്ക്ക് ചെയ്യണല്ലേ? സ്റ്റീഫൻ, what the hell? No, what a smell. ഇന്നലെ പാനിപൂരി കഴിച്ചതാണ്. രാഷ്ട്രീയവും മീഡിയയും ഒരേ എല്ലും കഷ്ണത്തിന്റെ രണ്ടറ്റം മുറിഞ്ഞു വളർന്ന രണ്ട് ചെന്നായ്ക്കൾ. കുറച്ചു നാളത്തേക്ക് ആ എല്ലും കഷ്ണം സ്റ്റീഫൻ നിർമ്മള്ളിന്ന് മാത്രം. ഏതെല്ലും കഷ്ണം? മാപ്പിളം പെണ്ടാട്ടി കൂടെ പെണ്ണേശി കുടിക്കിട്ട് അഭിനയിക്കണ. ക്യാമറ എഡിറ്റ് എല്ലാം ഒറ്റയ്ക്കാണല്ലേ? ഓ കൊള്ളാടാ, നൈസ്. ഇതൊക്കെ എത്ര എഫേർട്ട് എടുത്ത് ചെയ്യണ കാര്യങ്ങളായിരിക്കും. നമ്മൾ ചിലപ്പോൾ ഈ 1 minute 57 കാണുന്ന സാധനം പുള്ളി എത്ര എഫേർട്ട് എടുത്ത് ചെയ്തതായിരിക്കും ഒറ്റയ്ക്കൊക്കെ ചെയ്യുവാണെങ്കിൽ അല്ലേ? നൈസ്. ഇവൻ ഈ താറാവിനെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ താറാവുള്ള വീഡിയോ തന്നെ ഇവിടെ കൊണ്ടിട്ടത് എന്റെ കിണി അങ്ങനെ ആയതുകൊണ്ടാണ് തോന്നുന്നു കേട്ടാ. ശശികൊക്ക, ഇത് ശശികൊക്കല്ലേ? ഇത് താറാവാണിത്. ഇത് താറാവാണ്. എന്നെ കളിയാക്കണ താറാവാണിത്. റീൽസിൽ എല്ലാ കുണ്ടകളും എന്നെ മറ്റേ ഈ താറാവിന്റെ ഇമോട്ടിട്ടാണ് കളിയാക്കണത്. ഇപ്പോ ഭരതകം കളറൈസ്ഡ് പെൻസിൽ. എടാ എനിക്കിതൊന്ന് അയച്ചു തരുടാ. നീ ഇതൊന്നും ചെയ്യണ്ട, ഞാനിത് ചെയ്തോളാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. എനിക്കൊന്ന് അയച്ചു തരണം കേട്ടോ. താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു സോ മച്ച്. മീൻസ് എ ലോട്ട്. ഇനി ബാക്കി വര വീഡിയോ ഞാൻ കുറച്ച് സ്കിപ്പ് ചെയ്യുവാണേ. ഫുള്ള് ഡ്രോയിങ്സ് ആവണം ഇതിനകത്ത്. POV it's 2048. You are replaced by AI. അമ്മ എന്നോട് ക്ഷമിക്കമ്മ. എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ നോക്കി. 40 വർഷം ഞാൻ ഈ ചായക്കടയിൽ ജോലി ചെയ്തു. ഇപ്പോൾ എനിക്ക് പകരം ആ റോബോട്ടാണ് ചായ ഉണ്ടാക്കുന്നത്. ഇവിടെ ഇപ്പൊ ആരും വരാറില്ല. AI-യോട് ചോദിച്ചാൽ ഉത്തരം കിട്ടുമെന്നാണ് അവർ പറയുന്നത്. ആർക്കും മനുഷ്യനെ ജോലിക്ക് വേണ്ട. കുട്ടിക്കാലം മുതൽ ഞാൻ പഠിച്ചതൊക്കെ വെറുതെയായി. സംഗീതം പോലും അവർ ബാക്കി വെച്ചില്ല. സത്യമാണല്ലേ?
ഒരു വിധത്തിൽ ആലോചിച്ച സത്യമാണോടാ, സത്യമാണ്. ഇതൊരു സാഡ് റിയാലിറ്റി, അതുപോലെ തന്നെ ഒരു സത്യം കൂടെയാണ്. നിങ്ങള് ഡിട്രോയിറ്റ് ബിക്കം ഹ്യൂമൻ അത് പറയത്തില്ലേ, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ഗെയിം, ഇറ്റ്സ് ദ ഫ്യൂച്ചർ എന്ന് പറയൂലേ. സത്യമായിരിക്കും ഇതൊക്കെ. കുറച്ചങ്ങോട്ട് കഴിയുമ്പം ഇപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റണ വെച്ച്. പക്ഷെ ഒരുപാട് കാര്യങ്ങള് ആദ്യം എൻ്റെ അഭിപ്രായത്തിൽ വന്നപ്പം ഏറ്റവും പണി കുറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫിക് ഡിസൈനേഴ്സ് അങ്ങനത്തെ കുറച്ച് ആൾക്കാർക്കാണ്. അവർക്കിപ്പോ എന്തൊക്കെ സാധനങ്ങൾ ടൂൾസ് വെച്ചിട്ട് ഉണ്ടാക്കാന്നറിയാവോ? ഈവൻ ദോ ഈ വീഡിയോ ഉണ്ടാക്കിയത് പോലും വെച്ചിട്ടാണ്, മനസ്സിലായേ? 1 crore views. കഴിക്കാത്ത വിശപ്പില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റി. കഴിച്ചിട്ട് എന്നോട് മിണ്ടിയാ മതി, അതുവരെ ഞാനും കഴിക്കില്ല. അമ്മേ ഇത്തിരി മീൻ ചാറും. ഇങ്ങനെ കള്ളം പറയുന്നവർക്കൊക്കെ 5-6 പെണ്ണുണ്ടായിരിക്കും, മനസ്സിലായ? സത്യത്തിൽ ഫുഡ് പോലും കഴിക്കാതെ മാറിയിരിക്കുന്നതിനെ ആയിരിക്കും സത്യം പറഞ്ഞ തേച്ചിട്ട് പോണത്. ഇങ്ങനെ പറഞ്ഞോണ്ട് ഇങ്ങനെ കള്ളം പറഞ്ഞിരിക്കുന്ന ഇവന്മാർക്കൊക്കെ 4-5 ലൈൻ ഉണ്ടാവും. ഒരു 100% ഉറപ്പാണ്, ഒരു സംശയമില്ല, 100% അതില്. അയ്യോ, എത്ര കണ്ടാലും ചിരി അടക്കാൻ പറ്റത്തില്ല. പിന്നെ മണിച്ചേട്ടന്റെ എക്സ്പ്രഷൻ എന്തിനാ ഭഗവാൻ ഇതെന്തൊരു പടവാ. ഇങ്ങനെ പരീക്ഷിക്കണേ? ഒഴിയാബാധയായി എന്റെ ഒപ്പം കൂടി ആ പണ്ടാറം പിടിച്ച പെണ്ണിന് പെട്ടെന്ന് തിരിച്ചറിവ് കൊടുത്ത് എങ്ങനെയെങ്കിലും എന്റെ തലേന്ന് ഒഴിവാക്കി എനിക്ക് എന്റെ ഗൗരിയായിട്ടുള്ള ജീവിതം തിരിച്ചു തരണേ ഭഗവാനെ, രക്ഷിക്കണേ ഭഗവാനെ, ആ പൂജപ്പെണ്ണിന് ഒരിക്കലും തിരിച്ചറിവ് കിട്ടരുത്. അതിന് നീ എന്റെ ബോധം വേണേ എടുത്തോ. എന്റെ സതീർത്ഥനും ആ പൂജപ്പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം തോന്നി ഒന്നായി തീരണേ. ഇല്ലെങ്കിൽ എന്റെ കാര്യം എനിക്ക് പണിയെടുത്ത് ജീവിക്കാൻ പറ്റില്ല കേട്ടോ. പ്ലീസ് രക്ഷിക്കണേ, 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 രക്ഷിക്കണേ. നിർത്ത്. ഇതിനൊരു കണക്കുണ്ട്. ഞാൻ കണക്കില് വീക്കാം. ഞങ്ങളവിടെ കല്ലുണ്ടാ വീക്ക്. വാ മക്കളെ, അമ്പാട്ടിയെ പ്രാർത്ഥിക്ക്. രാമാനുജ തേങ്ങ ഉടക്കടാ. ഭഗവാനെ ഈശ്വരാ, പൊലിപ്പിക്കണേ. സർവ്വൈക്യങ്ങൾ തോന്നുന്നു. എന്ത് സീനല്ലേ ഈ പടം ഇതിലൊന്നും അല്ല. ത്രൂ ഔട്ട് ഈ സിനിമ തുടങ്ങുന്നതോടെ അവട്ട് അവസാനം വരെ ഇങ്ങനെയാണ് ഈ പടം. ഇത് എല്ലാം പെട്ടെന്നാണല്ലോ ഈശ്വര. എന്താടാ പട്ടി നീ ഉടച്ചത്? പടക്കക്കട തേങ്ങക്കട അടുത്തടുത്ത്. ഇനി ചിലപ്പോ അത് വാ മോളെ, നീ വല്ലാണ്ട് കരിഞ്ഞു. എന്നാലും ഭഗവതി ശത്രുവിന് പോലും ഇങ്ങനൊരു ഗതി വരുത്തല്ലേ അണ്ടവാ. അയ്യോ, കീർത്തി സുരേഷ് ആണോ വലിയ കുട്ടി? ആണോ ഇത്? കീർത്തി സുരേഷ് ആണോ? പോടാ. അത് കീർത്തി സുരേഷ് ആണോ? യെസ്, അതെ അതെ, ആണാ? ചുമ്മാ പറയുന്നതാ. യെസ് 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 യെസ്, ആണല്ലേ? അയ്യോ, അത് വന്നല്ലോ. ഞാൻ എന്തിനാ എഴുന്നള്ളിയത്? അണ്ണന്റെ പയ്യൻ വന്നല്ലോ. അണ്ണന്റെ ഇനി സന്തോഷായില്ലേ? പാരഡൈസ് ഫോർ esports enthusiasts. ഇത് ഭയങ്കര കംഫർട്ടബിൾ സീറ്റാണ് ഗൈസ്, സത്യം പറയാതിരിക്കാൻ വയ്യ. പക്ഷെ എനിക്ക് കിടന്നുകൊണ്ടൊന്നും കളിക്കാൻ പറ്റൂല, എനിക്ക് നേരെ ഇരുന്ന് കളിക്കുന്നതാണ് ഇഷ്ടം. അണ്ണ ഞാൻ സ്ക്രീൻ ഷെയർ കേറിയില്ലായിരുന്നു കേട്ടോ. എന്താ അണ്ണ ഇങ്ങനൊന്നും പറയല്ലേ? പറയല്ലേ, ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. എടാ, ഞാൻ ഈ ഗെയിമിംഗ് പൊസിഷനാണ് പറഞ്ഞത്, മനസ്സിലായ? മനുഷ്യരുടെ നിങ്ങളൊക്കെ ഗൈസ്. ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഗെയിം കളിക്കുന്ന സമയത്ത് ഗെയിമിംഗ് ചെയറിൽ ഇരുന്ന് ഇങ്ങനെ നേരെ ഇരിക്കണമെന്നാണ് ഇഷ്ടം, അല്ലാതെ ഇങ്ങനെ കിടന്ന് മലന്നത്. ഇത് പക്ഷേ ഈ ദുബായിൽ വെച്ച് എക്സ്പീരിയൻസ് ചെയ്തായിരുന്നു, മനസ്സിലായ? എനിക്കത് അങ്ങോട്ട് പിടിച്ചില്ല. ഞാൻ അതിനെ പറ്റിയാണ് പറഞ്ഞത്.
ഇതോ എല്ലാം കൂടിയാണ്. ഇത് ഹൈഡ്രോളിക് ഉള്ളതുണ്ട്, മാനുവൽ ഉണ്ട്, കുറെ ഉണ്ടാ. ഇലക്ട്രോണിക് ഉണ്ട്, മാനുവൽ ഉണ്ട്, കുറെ ഉണ്ട്. കസ്റ്റമൈസ് ചെയ്ത് തരും. എനിക്ക് അറിഞ്ഞൂടാ. വാലോണ്ടൊക്കെ കണ്ട ഇങ്ങനെ ഇരുന്ന് കളിക്കണം. കണ്ട മറ്റേ സിമുലേറ്റർ ഗെയിമൊക്കെ ഇതാക്കാം. ഒരു പിടുത്തം ഇല്ല, സത്യമാണോ അല്ലയോ ഒന്നൊന്നും അറിഞ്ഞൂടാ. ഏതൊരു പടത്തിന് ജഡ്ജായിട്ടൊക്കെ വരുന്നില്ലേ, അത് ജഡ്ജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻട്രസ്റ്റ് ഒക്കെ ചിന്തിക്കാന്ന് പറഞ്ഞത് ഭയങ്കര അക്രമമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ആ ജഡ്ജായിട്ട് വന്നപ്പോഴാണ് അയാൾ ശരിക്കും റിയൽ ജഡ്ജ് അവിടെ ഇരിക്കുന്നു. അതല്ലെങ്കിൽ ഒരു വില്ലനായിട്ട് വന്നു കഴിഞ്ഞാൽ ഇയാൾ എന്ത് വേണമെങ്കിലും ചെയ്യുന്ന പറയുന്നത് പേടി. ഞാൻ ഇന്നലെ കാണാൻ തുടങ്ങിയതേ ഉള്ളൂ കേട്ടാ കേരള ക്രൈം, മറ്റേ ക്രൈം ഫയൽസ്. ഞാൻ ഇന്നലെയാണ് ഫസ്റ്റ് സീസൺ 3 എപ്പിസോഡ് കണ്ടു തീർത്തി. ഞാൻ ഇന്നലെയാണ് കണ്ടത്. ഞാൻ ഇന്നലെ കണ്ടു തുടങ്ങിയത്. എല്ലാരും കാണാൻ എന്നോട് പറഞ്ഞു. ഞാൻ ഇന്നലെയാണ് ഫസ്റ്റ് എപ്പിസോഡ്, ഫസ്റ്റ് സീസൺ ഞാൻ കാണാൻ ഇന്നലെയാ 3 എപ്പിസോഡ് കണ്ട്. എന്നൊക്കെ പറയുന്ന ബലവും ശക്തിയൊക്കെ അല്ലാതെ മറ്റേതെന്നുള്ള ചെറുതിന്റെ ഈ നഞ്ചെന്തിന് നാനാഴി എന്ന് പറയൂലേ, എന്ന് പറഞ്ഞത് ചെറുത് സാരമല്ല. പുള്ളിയുടെ ഏത് ക്യാരക്ടർ കൊടുത്താലും ആടി കാസറി തരുവടേ ഇജാതി മനുഷ്യൻ. അയ്യോ സത്യം സത്യം സത്യം. എടാ എന്താ സിറ്റുവേഷൻ ആയോ നോക്കിടാ. സിറ്റിയിൽ ഒന്ന് നോക്കിട്ട് പറഞ്ഞേ, നോക്കിട്ട് പറയണേ. ദ റീൽ താഴെ പറയുന്നവയിൽ എന്റെ പൊന്നടാവേ, ദിസ് കമന്റ് സെക്ഷൻ ഈസ് ഗോൾഡ്. വെയിറ്റ് ഫോർ ലാസ്റ്റ്. ഇതെന്താ? സിദ്ദിഖ് ലാൽ സംവിധാനം ചെയ്ത താഴെ പറയുന്നതിൽ സിദ്ദിഖ് ലാൽ സംവിധാനം ചെയ്ത മോഹൻലാൽ അഭിനയിച്ച ചിത്രത്തിന്റെ പേര്. മോഹൻലാൽ അഭിനയിച്ച ചിത്രത്തിന്റെ പേര് ഏത്? എ വിയറ്റ്നാം കോളനി, ബി ബംഗ്ലാദേശ് കോളനി, സി പാകിസ്ഥാൻ കോളനി, ഡി ഉഗാണ്ട കോളനി. ഓപ്ഷൻ എ വിയറ്റ്നാം കോളനി. താഴെ പറയുന്നതിൽ മോഹൻലാൽ അഭിനയിച്ച മലയാള സിനിമ ഏതാണ്? കിലുക്കം, മലക്കം, ഇളക്കം, പടക്കം. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത പ്രണവ് മോഹൻലാൽ അഭിനയിച്ച ചിത്രം വൃക്ക, ഹൃദയം, കരള്, വൻകുടൽ. താഴെ പറയുന്നതിൽ ബ്ലെസ്ലി സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് നായകനായ സിനിമ ആട് ജീവിതം, പോത്ത് ജീവിതം, പശു ജീവിതം, കുതിര ജീവിതം. ഉണ്ണിമൂന്നൻ അഭിനയിച്ച ചിത്രം ഏത്? മാർക്കോ, ആർക്കോ, അവർക്കോ, എനിക്കോ. എന്തൊരു സാധനമാണ്. അയ്യോ, ഇതിൽ മെക്കാട്ടിൻ സമാക്കാട് സംവിധാനം ചെയ്ത ദിലീപ് ചിത്രം ഏത്? പട, പാണ്ടിപ്പട, പാണ്ടിക്കരിമ്പാറ പട, പാണ്ടിക്കരിമ്പാറ പോലെ അടിപ്പട. എന്ത് താഴെ പറയുന്നതിൽ വിജയ് അഭിനയിച്ച പടം ജില്ലാ പഞ്ചായത്ത്, സംസ്ഥാന, രാജ്യം. ഇവയിൽ സൗബിൻ അഭിനയിച്ച ചിത്രം ഏതാണ്? തിരുവനന്തപുരം ബോയ്സ്, എറണാകുളം ബോയ്സ്, മഞ്ഞുമൽ ബോയ്സ്, പാറശാല ബോയ്സ്. ഇവയിൽ ദുൽഖർ അഭിനയിച്ച സിനിമ ഏത്? ABCD, EFG, IJKL, MNOP. ഇത് കാരുണ്ടാക്കി വിടറല്ലേ. 60 ഓവേഴ്സിന്റെ കഷ്ടപ്പാടാണ്. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട്. Are you the best footballer in the world right now? I think so, yes. In my mind, I'm always the best. I don't care what the people are thinking, what they say. In my mind, not just this year, but always, I'm always the best. കിട്ടില്ല ബ്രോ, കിട്ടില്ല സാധനം കേട്ടോ. 60 മണിക്കൂറിന്റെ ആ ഒരു എഫേർട്ട് അറിയാമുണ്ടോ അതില്. നൈസ് സാധനം. കുറെ നാളായി ഓൺലൈൻ വരാത്ത ടീംമേറ്റ്. 2021 ഡയറി. ഗോൾഡ് 4 ലാസ്റ്റ് ഓൺലൈൻ സേവ് ഇയേഴ്സ്. പണ്ടത്തെ കേടി കേട്ടാ, പണ്ടത്തെ കേടി ഇതൊക്കെ.
നിങ്ങൾ ഫുട്ബോൾ കാണുന്നവർക്കെല്ലാം മനസ്സിലായില്ലേ? അതാണ് എന്റെ ഉദ്ദേശം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അത് എന്റെ സന്തോഷം. അത്രയും മതി. മനസ്സിലായ? എനിക്ക് അറിഞ്ഞൂടാ ഇതാരൊക്കെയാണത്. അത് നെയ്മർ, മെസ്സി. ഇപ്പഴത്തെ മെസ്സിയാണിത്. പിന്നെ ഇത് മെസ്സിയാണോ? ആ താടി നോക്കണ്ട. ഓക്കെ, നെയ്മർ മെസ്സി അല്ലേ? ഓക്കെ ഓക്കെ ആണെന്നാണ് എന്റെ വിശ്വാസം. എവിടെ പോടെ രണ്ടോട്ട് എസ്കേപ്പ് ആക്കിയ കേട്ടാ. മേടി 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 ഇതൊക്കെ കണ്ട് ഇതൊക്കെ ഇറങ്ങിയിരിക്കുന്ന കളിക്കുന്നതാണ്. സിറ്റുവേഷൻ ആടോ സിറ്റിയില്? ഇല്ല, എന്തോ ആരട്ടോ സിറ്റുവേഷൻ? സറാറ ഉണ്ട്. എന്ത് ലിസ്റ്റായി? ഒരു സമയം അടിക്കണം. ഇല്ല, പറയാൻ പറ്റൂല. ചില എപ്പിക് അന്തി ചർച്ചകൾ. താങ്കൾ ഏത് മാനസിക രോഗ ആശുപത്രിയിൽ ഇറങ്ങി വന്നു എന്നാണ് കുരുവിള ചോദിക്കുന്നത്. വേഗം മറുപടി. എനിക്ക് മറ്റതിലേക്ക് പോകണം. അവന്റെ തന്തയുടെ മാനസികാരാവശ്യത്തിലാന്ന് പറയുന്നത് വൃത്തികെട്ടവരുടെ വീട്ടിൽ കരഞ്ഞോട്ട് വന്നിട്ട് ആൾ എന്നോട് പറഞ്ഞു, സത്യം ഞാൻ പറയുമ്പോ എന്നെ മാനേജ് ചെയ്ത് പോയെന്ന് വെച്ച് അവനെ 16 തന്തകി ജനിച്ചവനാണെന്ന് ഞാൻ പറഞ്ഞെന്ന് കേറും അവനോട് പറഞ്ഞേക്കണം. ഞാൻ ചോദിച്ച ചോദ്യം തന്നെ എന്തായിരുന്നു എന്ന് താങ്കൾക്കറിയാം. അത് വിധി പറഞ്ഞ ജഡ്ജിയെ കുറിച്ചോ ജഡ്ജ്മെന്റിനെ കുറിച്ച് പോലുമായിരുന്നില്ല. കെ പി കുഞ്ഞിക്കണ്ണൻ ടെലിഫോൺ ലൈനിൽ ശ്രീ കെ പി കുഞ്ഞിക്കണ്ണൻ മോസിന കിദ്വായുടെ മോദി നടന്നു പോകണ്ട സമാധാനപരമായിട്ട്. ഇവിടെ രണ്ടുപേരും തമ്മിലടി കേട്ട കോൺഗ്രസ് BJP. കേസ് ഈ അനുകൂലമായിട്ട് ചുമ്മാ ഇളിച്ചോണ്ടിരിക്കാതെ ഒരു വരി കുട്ടി കുറങ്ങന്റെ ഉണ്ട് എന്തെങ്കിലും പറഞ്ഞു കുട്ടിക്കൊരങ്ങനെ പോലെ ഇളിച്ചോണ്ടിരിക്കാണ്. ഇതൊക്കെ എനിക്ക് വരുന്ന കമന്റ് ആണ്, മനസ്സിലായ? എന്റെ റീലൊക്കെ ഓരോരുത്തർക്കും ഞാൻ ഇവിടെ ഇരുന്ന് തൊലിക്കുന്ന കണ്ടോണ്ട് നാട്ടുകാരിടുന്ന സാധനമാണ്. കുട്ടിക്കുരിങ്ങനെ താറാവിനെ പോലെ ഇരുന്ന് ചിരിക്കാതെ ഇറങ്ങി പോടാന്ന്. ഇതൊക്കെയാണ് ഇപ്പൊ ഇൻസ്റ്റയൊക്കെ തുറന്ന് എന്റെ കമന്റ് സെക്ഷൻ ഇങ്ങനെയൊക്കെയാണ്, മനസ്സിലായോ? ഞാൻ വായിക്കാറില്ല. മൈൻഡ് ചെയ്യാറില്ല. ഇത് ഇങ്ങനെ പോകും, മനസ്സിലായ? ആർക്ക് പോയി? അമ്മാരുടെ സമയം പോയി, എന്റെ സമയമാണോ പോണേ? എനിക്കിതൊന്നും എന്നെ ബാധിക്കണ കേസല്ല, മനസ്സിലായ? എവിടോ എനിക്കറിയാതിരുന്ന ഏതോ ഒരുത്തിന് കമന്റ് ഇട്ടെന്ന് പറഞ്ഞാൽ എന്നെ ബാധിക്കൂല. എനിക്ക് സ്ട്രീം ചെയ്യുമ്പോൾ ഇൻകം കിട്ടുന്നുണ്ട്, ഞാൻ സന്തോഷത്തോടെ ഞാൻ പോകും. ആർക്ക് പോയി? അവന്റെ ഡേറ്റയും കളഞ്ഞ എന്ത് കമന്റ് ഇടുന്ന അവന്മാർക്ക് പോയി. ബിസിനസ് ബ്രോ. ഹലോ, നോർമൽ കോൾ ബിറ്റ്വീൻ സായി ഗോപി ആൻഡ് ജോർജ് സാർ. നീ ഉറങ്ങിയോടാ? ഞാൻ ഉറങ്ങിക്കോളാം. എടാ എന്റെ ജോലി തൊള്ളയിട്ട് നമ്മളെയൊക്കെ നെഞ്ചത്ത് തൊള്ളയിടൂടാ. കണ്ണ ചാടിവാ പൊണ്ണേ വല്യമ്മച്ചി പൊങ്ങി നോക്കി വരാറമേ മിണ്ടാണ്ടിരിക്കടാ. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീമേ. അണ്ണാ, ഞങ്ങളുടെ ഓണം ചിങ്ങത്തിലെ തിരുവോണത്തിനല്ല, ഞങ്ങളുടെ ഓണം കന്നിമാസം. കന്നി മാസത്തിലെ തിരുവോണത്തിനാണ്. ഞങ്ങൾ ഓണക്കാരുടെ ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. നീ എന്തിനു വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നത്? 28ാം ഓണം. ഓ, കഴിഞ്ഞോട്ട് ഇതല്ലേ മറിഞ്ഞു വീണത്?
അല്ല എടാ കഴിഞ്ഞ വട്ടം മറിഞ്ഞു വീണത് ഇതാണാ മറിഞ്ഞത് അത് ഓച്ചിറയാന്ന് തോന്നുട്ടാ. ഇതൊക്കെ ഉണ്ടാക്കാൻ എത്ര രൂപയാവും ഇത്? ഈ 2 കാള ഉണ്ടാക്കാൻ എത്ര രൂപയാവുമായിരിക്കും ഒരു ഉത്സവത്തിന്? ഇത് 10 1 ലക്ഷം. 1 ലക്ഷോ? അല്ലേ എടാ 1 ലക്ഷം രൂപയ്ക്ക് കൊമ്പ് പണിയാൻ പറ്റൂല, മനസ്സിലായ? ഇത് എന്ത് വെച്ചാ ഉണ്ടാക്കിയേക്കുന്ന? 2 കോടിയൊക്കെ ആവുന്നോ? ഇത് എന്ത് വെച്ചാണ് ഉണ്ടാക്കിയേക്കുന്ന? എനിക്കറിഞ്ഞൂടാ. തടി 2 കോടി രൂപ ഉണ്ടാക്കാൻ. നാട്ടുകാർ തന്നെ പറ്റ പിരിവിട്ടുള്ള സെറ്റപ്പാന്ന് തോന്നുന്നു. എന്നാലും എടാ ഉത്സവങ്ങൾക്ക് ഒരു നാട്ടിലെ ആൾക്കാർ ഇത്രയും പരിവിട്ടാലും എങ്ങനെയാടാ ഇത്രയും വലിയ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റണേ? അയ്യോ ശരിയാണ്. ആ നാട്ടിലുള്ള ആൾക്കാർക്ക് എന്ത് അറ്റാച്ച്മെന്റ് ആയിരിക്കും അല്ലേ അപ്പൊ ഇതിനോട്? സത്യം അമ്പലം ഉത്സവത്തിനോടൊക്കെ അവർ എന്തുമാത്രം അറ്റാച്ച്ഡ് ആയിരിക്കും. അതുകൊണ്ടല്ലേ ഇത്രയും പബ്ലിക് ഫണ്ടിങ് ആണ് അവർ ചെയ്യുന്നെന്നുണ്ടെങ്കിൽ സ്പോൺസേഴ്സ് ഒക്കെ ആണെങ്കിലും ആ നാട്ടിലുള്ള ആൾക്കാർക്ക് എന്ത് അറ്റാച്ച്മെന്റ് ആയിരിക്കും ഇങ്ങനെ ഒരു പരിപാടിയോട്. അതുകൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്യണേ. ചാനൽ റേവ് ചെയ്യണം കേട്ടാ മക്കളെ. നോർമലാ കട്ട് ലൈൻ കട്ട്. മഴയായോണ്ടല്ലേ Martin. Controlling your anger makes you realize how pointless most arguments are. Controlling your anger makes you realize how pointless most arguments are. You've changed so much, Thorfinn. You changed so much. In fact, I thought you were someone else when I first saw you. That anger in your eyes is gone. I'm glad. ഇതെന്താണ് ഇത്? വിൻലാൻഡ് സാഗ നീ കണ്ടിട്ടില്ല ഇതുവരെ? പിന്നെ എടാ ഇത് മൊത്തം കണ്ടു തീർത്താ. എനിക്ക് എത്ര ഒരു 10-12 വയസ്സ് 13 വയസ്സുള്ള സമയത്താണ്. ഇത് ഏകദേശം ഒരു 312 എപ്പിസോഡുണ്ട്. കഴിഞ്ഞ വർഷം ഇറങ്ങി. പക്ഷെ ഞാനിപ്പോഴും ഓർക്കുന്നു ഡാഡി പുറത്തു പോയിട്ട് വരുന്ന സമയത്ത് എനിക്ക് ടി വിയിൽ ഇത് വെച്ച് തന്നിട്ട് ഞാനിപ്പോഴും ഓർക്കുന്നു ആ കാലമൊക്കെ. സിറ്റിയില് വള്ളിയല്ലോ ഇല്ലല്ലോ? ഇല്ല സേഫാ. അതാരാ പെട്ടെന്ന് എന്ത് പാലകളൊക്കെയാണല്ലേ സത്യം. ആൾക്കാരുടെ എന്താ ഇത് മറ്റേ അല്ല വേറൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ. എടാ നമ്മളൊക്കെ പുള്ളിയെ ചില ആൾക്കാർ ഓരോ സാധനങ്ങൾ അബദ്ധത്തിൽ പറ്റിപ്പോകുമ്പോ ഊക്കുന്ന സാധനങ്ങൾ കണ്ട് വീക്കാവും. പക്ഷെ ഡാപ്സി ഉണ്ടല്ലോ, ഡാപ്സി ആ മലബാർ എന്ന് പറയുന്ന സാധനം ഒരു ട്രേഡ് മാർക്ക് പോലെ ആക്കിയെടുത്ത്. പറയാതിരിക്കാൻ വയ്യ. അവനിപ്പോ എല്ലാ പരിപാടിക്കും അങ്ങനെയാണ് മലബാർ. അപ്പൊ എല്ലാത്തിലും അങ്ങനെ പറയണം, മനസ്സിലായോ? പുള്ളി അതൊരു ട്രേഡ് മാർക്ക് ആക്കിയതൊരു. ഇപ്പൊ പരിപാടികൾക്കൊക്കെ അങ്ങനെയാണ് തുടങ്ങണം ഇപ്പൊ. മലബാർ അതെ എന്തോ അടിച്ച വഴി പോയ വഴി അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴി അടിക്കുക അങ്ങനെന്താ പറയൂല്ലേ? ഇത് പുഷപ്പല്ലേ? ഇതൊക്കെ ആരുണ്ടാക്കണ ഇതൊക്കെ? അയ്യോ നൈസ്, കൊള്ളാം. കുഞ്ഞമ്മയുടെ മോള, എന്റെ കുഞ്ഞമ്മയുടെ മോള. നിന്റെ കുഞ്ഞമ്മയുടെ മോളെ അപ്പൊ ഒരിക്കലും കെട്ടിച്ചൊന്നും വിടത്തില്ലേ? ഇല്ല, എന്തായാലും ചാറ്റിലുള്ളവർക്ക് കെട്ടിച്ചിടാൻ താല്പര്യമില്ല. ആണോ?
പക്ഷെ നിന്റെ കാനഡയിലുള്ള ഗേൾ ഫ്രണ്ട് അറിഞ്ഞ പ്രശ്നമാവൂലേ? ഏത് ഗേൾഫ്രണ്ട്? അതൊക്കെ പോയി. നിനക്ക് ഗേൾ ഫ്രണ്ട് ഇല്ല? ഇല്ല ഇല്ല, പോയില്ലേണ്ടാ, പോയത് പോയി, അത് പോയി. അണ്ടർ സംസാരിക്കാതിരിക്കില്ലായിരുന്നോ? പോയൊക്കെ പിന്നെ അത് പോയെണ്ണോ, അത് എന്നെ ഇട്ടിട്ട് ഞാൻ ഇട്ടിട്ട് പോയെണ്ണാ. നീ അവളെ ഇട്ടിട്ട് പോയാ? മ്യൂച്വൽ ഇതൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടോ എന്റെ അടുത്ത്? മ്യൂച്വൽ വേണോന്ന് ഞാൻ പറഞ്ഞ ഒന്നും പറ്റൂല, വേണേ തേച്ചിട്ട് പോവാൻ. ഇപ്പൊ മ്യൂച്വൽ ഉണ്ടാക്കി അതാകുമ്പോ പറയാലോ. ഈശ്വരവാനെ, ഇവൻ ഒരിക്കലും പെണ്ണിട്ട് അത് മൊരടിച്ചു പോണേ ഇവൻ. അണ്ണ അണ്ണ കൊച്ചിന്റെ ഐഡി അഫ്രീൻ __AFR .EEN __. എടാ, ഞാൻ നിങ്ങൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ എപ്പോഴും ഞാൻ പറയണ ഒരു കാര്യമുണ്ട്. നിങ്ങൾ പുതിയതായിട്ട് ഇങ്ങനെ കഴിവൊക്കെ ഉള്ള പാട്ടുകാരൊക്കെ വരുവാണെങ്കിലുണ്ടല്ലോ, നിങ്ങളുടെ ഒന്നും യൂസർ ഐഡി ഒരിക്കലും ഇങ്ങനെ കൊടുക്കരുത്. ഇപ്പൊ ഇവിടെ കുറെ പേര് ചാറ്റിൽ ഈ കൊച്ചിന്റെ പാട്ട് കേട്ടിട്ട് ചോദിച്ച് കൊച്ചിന്റെ പേരെന്താ, ഞാൻ ഇവരോട് എങ്ങനെ പറയും? __AF .EEN _ എങ്ങനെ പറയും? എടാ, എപ്പോഴും സിമ്പിൾ ആയിട്ടുള്ളൊരു സാധനം ഇടുക, അഫ്രീൻ എന്നങ്ങ് ഇടുക. അല്ലെ അഫ്രീൻ്റെ കൂടെ എന്തെങ്കിലും ഒരു സാധനം ചേർത്തിടുക, അഫ്രീൻ മ്യൂസിക് എന്നോ മ്യൂസിക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്തിടുക. സിമ്പിളായിട്ട് ഒരാളുടെ അടുത്ത് കൺവേ ചെയ്യാൻ പറ്റുന്ന യൂസർ നെയിം ആണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പോഷർ കിട്ടാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. മനസ്സിലായോ? ഓൾവേസ് കീപ്പ് ഇൻ മൈൻഡ്. ഒരു ടിപ്പായിട്ടിരുന്നോട്ടെ. എന്താ കാലെങ്ങനുണ്ട്? പറഞ്ഞുതരാം. എന്നാ 32 hours എടുത്ത് വരച്ചാ ഓറിയോ ബിസ്കുട്ട്. നൈസറാ, നല്ല രസമുണ്ട് കാണാൻ. കൊള്ളാം. ആകാശ് ബ്രോ അടിപൊളി. 5090 ഈഗിൾ ബ്രോ സ്ട്രീം ചെയ്യണമെന്ന് നമ്മുടെ ഒരു ഇത്. കോൾ ഓഫ് ഡ്യൂട്ടി മോഡേൺ വാർഫെയർ 2 ദ മോസ്റ്റ് റിയലിസ്റ്റിക് കോൾ ഓഫ് ഡ്യൂട്ടി മിഷൻ. ഗ്രീൻ ഹൗസ്. Bravo 6. Moving on the rear guard. ഈ മിഷൻ കണ്ടു തീർത്തവർ ഇത് പോവില്ലേ? കോൾ ഓഫ് ഡ്യൂട്ടി കളിച്ചാലോടാ ഈ സ്റ്റോറി മോഡ്. ഇത് മോഡേൺ വാർഫെയർ സ്റ്റോറി മോഡല്ലേ? മോഡേൺ വാർഫെയർ 2 സ്റ്റോറി മോഡല്ലേ? കോൾ ഓഫ് ഡ്യൂട്ടി കളിച്ചാലോ? ഭയങ്കര രസമാണ് ഓരോ മിഷൻസ്. മറ്റേ ഗോസ്റ്റ് ഒക്കെ ഇല്ലേ, അവനൊക്കെ നല്ല പരിപാടിയാ. കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കാൻ അടുത്ത ഒരു അണ്ണാ എന്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുമോ ബ്രോ? തേങ്ങ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? എന്ത് തേങ്ങ വെച്ച് എന്തോ ചെയ്യാൻ പോണ? എനിക്ക് പിള്ളേരൊക്കെ കൊള്ളാടാ. ആപ്പിൾ വെച്ചൊക്കെ ചെയ്യും, ആപ്പിളും ഓറഞ്ചും. അതെ ചെയ്യും. കൊട്ട വെച്ച് ലാലേട്ടന്റെ അണ്ടി വിറയ്ക്കുന്നത് കണ്ട ലാലേട്ടന്റെ അണ്ടി വിറയ്ക്കുന്നുണ്ട്. നിങ്ങളുടെ വെല്ലുമ്മച്ചിയുടെ മറ്റേനകത്തോട് കയറാൻ നേരത്ത് ഉണ്ടച്ചി മോനെ ആരാടാ നീ? തന്തയില്ലാത്തോണ്ടവനെ കൊണ്ടം പുണ്ടേ ഓർമ്മ നീ മയിലേ കണ്ടത്തി കിടക്കുന്ന കുണ്ണയൊക്കെ വന്നിട്ട് കൊണച്ചോണ്ടിരിക്കുന്നു ചാറ്റ് വന്നിട്ട് പുണ്ടച്ചി മോൻ. എന്ത് പറ്റി സാഹിബ്? പോലീസ് ഓഫീസർമാരുണ്ടെന്നുള്ള കാര്യം ഞാൻ മറക്കുന്നില്ല. പക്ഷെ അതേപോലെ തന്നെ അബ്കാരി മുതലാളിമാരുടെ കള്ളത്തരങ്ങൾക്ക് കുടപിടിച്ചു കൊടുക്കുന്ന, കള്ളക്കടത്തുകാർക്ക് കൂട്ടുനിൽക്കുന്ന, അതോ ലോകത്തെ വിദഗ്ധ അക്രമികൾ പോലും നാണിച്ചു പോകുന്ന തരത്തിലുള്ള സാമർഥ്യത്തോടെ നിയമലംഘനം നടത്തുന്ന പോലീസ് ഓഫീസർമാരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. I object, Your Honor. This is not fair. First of all, decisions taken by the government in the interest of the public should not be questioned in any court of law. ഈ ഇംഗ്ലീഷിൽ കടുവർത്തോണൊന്നും വലിയ കാര്യമില്ല സർ. ഭരണഭാഷയും കോടതി ഭാഷയും മലയാളമായിരിക്കണമെന്ന് വാദിക്കുന്ന, മലയാള മണ്ണിനെ സ്നേഹിക്കുന്ന ഒരു എളിയ മലയാളിയാണ് ഞാൻ. ഇംഗ്ലീഷിൽ നന്നായി സംസാരിക്കാൻ കഴിവില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരെ? I hope you have not understood what I really meant, my dear young lady would be advocate. പുള്ളി ശരിക്കും വിഷയമാണ്. പുള്ളി യഥാർത്ഥത്തിൽ ഭയങ്കര വിഷയമാണ്. എന്റെ അമ്മോ,
പുള്ളി ഭയങ്കര ഒബ്സർവേഷൻ സ്കില്ലുള്ള ഒരാളാണ് ഗൈസ് പുള്ളി. നിങ്ങൾ ഈ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു, പുള്ളി മറ്റേ ഇങ്ങനെ സ്മോക്ക് ചെയ്യുന്നതും വെറ്റിലായിട്ട് ചായ്ക്കുന്നതും ഇങ്ങനെ. പ്രൊഫസറാണ്, എനിക്കറിയാം പുള്ളി പ്രൊഫസറാണ്. പുള്ളി ഈ ഇടയ്ക്ക് ഇത് കണ്ടായിരുന്നു ഞാനിങ്ങനെ, ഈ വെറ്റില വയ്ക്കുന്നതും സ്മോക്ക് ചെയ്യുന്നതും ഇങ്ങനെ ഒബ്സർവേഷൻ ചെയ്ത് കാണിക്കണത്. എൻ്റെ അമ്മോ, അത് കണ്ടിട്ടുണ്ടല്ലോ എൻ്റെ സത്യം പറഞ്ഞ കിളി പോയി എൻ്റെ. കളി സ്റ്റാർട്ട് ആകുന്നില്ല. റെഡി കൊടുക്കാത്ത പിന്നെ ഞാൻ സ്റ്റാർട്ട് ആക്കിയാണല്ലോ മാച്ച്, പിന്നെ അങ്ങനെ മാറിയത് ക്യാൻസൽ ആക്കി ആരാ പറ? രണ്ടാമത് സ്റ്റാർട്ട് ക്യാൻസൽ ആക്കിയത് ഇവനെന്ത് പറ്റിയടാ ഇവൻ ഇങ്ങനൊന്നും അല്ലായിരുന്നു, പാവ ചെറുക്കനായിരുന്നു. ഞാൻ നോക്കട്ടെ, ലൈവ് എടുത്തോട്ടെ. ആ കുണ്ണനെ ഞാൻ കിക്ക് ചെയ്തു, ക്യാൻസൽ ആക്കിയ കുണ്ണനെ ഞാൻ കിക്ക് ചെയ്തു. രണ്ടാമത് ഞാൻ സ്റ്റാർട്ട് ആക്കിയ കൊണക്ക് ഞാനോട് പുണ്ടച്ചി മോനെ, ഞാനോട് വണ്ടി പക്കൂസെ പുണ്ടച്ചി മോനെ. ഈ സാഹിബിന് എന്ത് പറ്റിയടാ, ഇവന് അക്രമാസക്തി അല്ലായിരുന്നു. എൻജോയ്. നിങ്ങളെല്ലാം എൻജോയ് ചെയ്തില്ലേ? അതറിഞ്ഞു. He have such a high spec PC. He only plays high spec games. കേരളത്തിൽ ടെമ്പിൾ റൺ ഒക്കെ സ്ട്രീം ചെയ്യണ ഞാൻ മാത്രമേ ഉള്ളല്ലേ. ടെമ്പിൾ റൺ, സബ്വേ സർഫസ് ഇതൊക്കെയാണ് സ്ട്രീം ചെയ്യണത്. അണ്ണാ ഞാൻ വരച്ചത് എങ്ങനെയുണ്ട്, റിയലിസ്റ്റിക് ആയോ? നൈസ്, അടിപൊളി. Haters. That's what people don't understand. These haters, they know who you are, but you don't know them. There's a reason behind that. You've done something amazing. They've done nothing. അതാ ഞാൻ പറഞ്ഞ, എവിടെ കിടന്നവന്മാരെ മൈൻഡ് ചെയ്യാൻ ആവശ്യം നമുക്കുണ്ടോ? നമുക്കില്ല. അവന്മാര് കുണ്ണയും ചെയ്യാതിരിക്കണ വീട്ടില്, പിന്നെ അല്ലാതെ. This is how 9 IPL trophy looks like. Me watching grilled chicken hotel. ഷവായി കമ്പി. സത്യല്ലടാ. വാവ്, അതർ CEO ആണ്. ടെലഗ്രാമിന്റെ ഓണർ കൂടാ, സ്വന്തം ഇതാണ് ടെലഗ്രാമിന്റെ ഓണർ. കൊള്ളായില്ലേ? Let's go. Yes. Okay. So guys, അപ്പൊ നമുക്ക് റിയാക്ഷൻ ഇത്ര നിർത്താം. നമുക്ക് സിറ്റിയിൽ ഒന്ന് കുറച്ചു നേരം വേണം കേറാം.